വെച്ച് കൊടുക്കണം ഓരോന്നായിട്ട്. അതൊക്കെ അങ്ങനെ തെറിപ്പിക്കരുത്. പതുക്കെ പതുക്കെ ഓരോന്നെടുക്ക്. എനിക്ക് നിന്റെ അടുത്ത് നോക്കാനേ പറയുള്ളൂ. തെറിപ്പിക്കല്ലേ കുട്ടി, എന്നെ തെറിപ്പിക്കല്ലേ. പതുക്കെ പതുക്കെ പതുക്കെ. അപ്പൊ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ആയിട്ട് ബിരിയാണി കൂട്ടി കഴിക്കാം. ബിരിയാണി നമുക്ക് ചിക്കൻ ഫ്രൈയും കൂട്ടി കഴിക്കാം. അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് ആൻകുട്ടിക്ക് ഒരു ഡിമാൻഡ് എന്തായിരുന്നു എന്നറിയോ? ജിനുമ, നമുക്ക് രണ്ടുപേർക്കും കൂടെ എന്തെങ്കിലും ഒരു കുക്കിംഗ് റെസിപ്പി ഉണ്ടാക്കിയാലോ, വ്ളോഗ് എടുത്താലോ എന്നൊക്കെ. എപ്പോഴും ഇങ്ങനെ ഡെയിലി വ്ളോഗല്ലേ, അപ്പം നമുക്കൊരു ചെറിയൊരു മാറ്റം. അപ്പം ഞാൻ പറഞ്ഞു അവനോട്, ഓക്കെ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വ്ളോഗ് എടുക്കാം. അങ്ങനെ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് ബൗളാണ്. എന്താ പറയുക, കുറേ ആയി ഉണ്ടാക്കി കഴിക്കണം എന്ന് വിചാരിച്ചിട്ട്. ഫ്രൂട്ട്സൊക്കെ ശരിക്കും കഴിച്ചിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ. മടിയാണ് ഒന്നാമത്, ഫ്രൂട്ട്സ് ഇല്ലാനിട്ടല്ല, ഭയങ്കര മടിയാണ് കഴിക്കാൻ. എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കും, പക്ഷെ ഞാൻ കഴിക്കണത് വളരെ റെയറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ റെഡ് ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ റോബസ്റ്റയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടെ 2 എഗ് വൈറ്റും കൂടിയാണ്. അതെന്താണ് എഗ് വൈറ്റ് മാത്രം കഴിക്കുന്നത്, യെല്ലോ കഴിക്കാത്തത് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫാറ്റ് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, നമുക്ക് പ്രോട്ടീൻ അല്ലേ വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ എഗ് വൈറ്റ് മാത്രം കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ടൊക്കെ ഇതാ കട്ട് ചെയ്തെടുത്തു. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് എല്ലാ ബെറീസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. സ്ട്രോബെറി, ബ്ലൂബെറി, പിന്നെന്താ അങ്ങനത്തെ ഏത് ടൈപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഡ്രൈ ഫ്രൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ടൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഓക്കെ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഹണിയും കൂടെ ചെറിയൊരു പീസ് നാരങ്ങയുടെ നീരുമാണ്. പക്ഷെ നാരങ്ങ ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ ഹണി വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു. നമ്മുടെ മെൻഡറിന് എന്താ പറയുക, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത ശേഷമാണ് കേട്ടോ ഈ ഒരു കലാപരിപാടി. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, അവർ കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും. ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് എല്ലാവരെയും സെറ്റാക്കി വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട് എനിക്ക്. അതുകൊണ്ട് ഓക്കെ. എന്നോടേ എന്താണ് ജിനി റിപ്ലൈ ഇല്ലാത്ത ഭയങ്കരമായിട്ട് ചോദിക്കുന്നുണ്ട്. റിപ്ലൈ ഇല്ലാത്തതിൻ്റെ മെയിൻ റീസൺ നമുക്കിപ്പോൾ സമയേ തികയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ, എന്നെ മനസ്സിലാക്കുമല്ലോ. എന്നാലും ഞാൻ റിപ്ലൈ തരാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. ഡെയിലി വ്ളോഗ് ഇടുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഡെയിലി വ്ളോഗ് ഇടാം കേട്ടോ, ഇന്ന് വ്ളോഗ് ഇടാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ പോയി ഇരുന്നപ്പോഴാണ് അയാൻകുട്ടി ഇതും ചോദിച്ച് എന്നോട് വന്നത് കേട്ടോ. ഞാൻ ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇരുന്നതാണ്. അവന് വന്നിട്ട് ഇതാ നെക്സ്റ്റ് ഒരു പരിപാടി. അപ്പം ശരി, അവന് ആഗ്രഹിച്ചതല്ലേ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതങ്ങ് സാധിച്ചു കൊടുക്കാം. കാരണം വലുതായാൽ അവർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് തന്നെ അവനക്ക് ചെറിയൊരു വലിയ ആഗ്രഹമായിരുന്നു, ലെഗ് പീസ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് തുടക്കമല്ലേ, കുഞ്ഞു പീസ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതിലോട്ട് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. ആ സമയം കൊണ്ട് അവനോട് പഠിക്കാനിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഠിച്ച ശേഷം മാത്രം അടുക്കളയിലോട്ട് വന്നാൽ മതി പറഞ്ഞിട്ടാണ് ഞാൻ അവനെ സെറ്റാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ബ്ലെൻഡർ അടപ്പ് ഞാൻ അടച്ചെടുത്തു. ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു എനിക്ക് അത് അടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഒരാൾ ഭയങ്കരമായിട്ടുള്ള ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, കമൻറ്റ് വായിച്ചില്ലെങ്കിൽ കാണാത്തവർ കാണണ്ട, വ്ളോഗ് ദിവസവും വേണ്ട, 2-3 ദിവസം കൂടുമ്പോൾ മതി, ദിവസവും ബോറാണ്, എല്ലാ ദിവസവും ഒന്ന് തന്നെ. നിങ്ങൾ കാണണ്ട, എൻ്റെ വ്ളോഗ് കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടോളും. പിന്നെ കമൻറ്റ് വായിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. വ്ളോഗ് എന്നും വേണോ വേണ്ടിയോ എന്നുള്ളതും ഞാൻ തീരുമാനിച്ചോളാം. കാരണം എപ്പോഴും നെഗറ്റീവ് ഇടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മറക്കാൻ പാടില്ല, ഓക്കെ. എനിക്ക് ഇയാളുടെ കമൻറ്റ് വലിയ ഇഷ്ടമൊന്നുമില്ല, ഇയാൾ കമൻറ്റ് ഇട്ടിട്ടില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല, ഓക്കെ. അപ്പോൾ ഇതാ ഞാൻ പൊടികളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു എന്താ ഇതിന് പറയുക,
ഈ ഒരു ഇതിലോട്ടാക്കി കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ പറയല്ലേ തൽക്കാലം. ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഉണ്ടാക്കുമല്ലോ അല്ലേ കുക്കിംഗ്? നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ലെഗ് പീസ് അല്ല, പിന്നെ നിനക്ക് ഫസ്റ്റിന് ലെഗ് പീസ് ഉണ്ടാക്കി പഠിക്കാൻ തരാം. ഫസ്റ്റ് നമുക്ക് ചെറുതുന്ന് തുടങ്ങാം. ചെറുതുന്ന് തുടങ്ങാം. വലുതുന്ന് ഇപ്പൊ അങ്ങനെ ജിമ്മ ശരിക്കും ഞാൻ ഇതൊക്കെ കേട്ടോ. ജിമ്മ പണ്ട് തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലൗസ്. അപ്പൊ ബ്ലൗസ് സാരിന്റെ ബ്ലൗസ് ഇതാ പ്ലാസ്റ്റിക് ഉണ്ടാക്കിട്ടെ. അപ്പൊ ഒരാള് പറഞ്ഞു പേരക്കുട്ടിക്ക് അടിച്ചു കൊടുക്കും. അവിടെ കൊണ്ടുവരും ഷോപ്പ് കാണിക്കുന്നു. അയാൻകുട്ടിനെ കൊണ്ട് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് തന്നോ? ഈ കാല് കുറച്ചൊക്കെ നിൽക്കൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതെന്താ? മുളക് പൊടി. ഇതാണ് കാശ്മീരി ചില്ലി പൗഡർ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇതൊരു 2 സ്പൂണ് ഇതിൽ കിട്ടോ. 1 സ്പൂൺ. വൃത്തിയിൽ ചെയ്യണം, ഇങ്ങനെയല്ല, വൃത്തിയിൽ ചെയ്യണം. വൃത്തിയിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇങ്ങനെ ആക്കിയിടല്ലേ, അങ്ങനെ ആക്കിയിടല്ലേ. ഒരു ഭാഗത്തേക്ക് വേണം ഇടാന്. ഓക്കെ, നിക്ക്. ഓക്കെ, മുളക് പൊടിയാണ് കണ്ണിലാവും. നോക്ക്, നീട്ടയില് ഇവിടെ കായത് കണ്ടില്ലേ? അങ്ങനെ നോക്കാൻ പാടില്ല. നമുക്ക് കുക്കിങ്ങിൽ ആദ്യം വേണ്ടത് ഭയങ്കര നീറ്റ്നെസ് ആണ്. വേണ്ട, അവിടെ നിന്നാ മതി. സെക്കൻഡ് ഗരം മസാല. ഇത് 1 സ്പൂൺ ഇട്ടോ. ഗരം മസാല അത് ഫുൾ ഇട്ടോ, കുഴപ്പമില്ല. അത്ര വേണ്ട, കുറച്ച് തട്ട്. ഓക്കെ, ഇതിന്റെ സെന്ററിലായിട്ട് ഇടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എനിക്ക് ഇപ്പുറത്തുള്ള ആദ്യത്തിൽ ഇടാൻ പറ്റുള്ളൂ. ഇതാണ് മഞ്ഞൾപ്പൊടി. ഒരു 1/2 സ്പൂൺ മതി കേട്ടോ മഞ്ഞൾപ്പൊടി. കേട്ടോ? മതി. ഓവറായിപ്പോയി. ഇനി നമുക്ക് വേണ്ടത് അത്ര ഇനി എടുക്കണ്ടേ അത്രയും കുരുമുളക് പൊടി. ഇതാ ഉപ്പ്. അങ്ങനെ ഇട്. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. വേറൊന്നുമല്ല. വേണ്ട, നീ കുഴക്കണ്ട. ഇത് നമ്മുടെ കോൺഫ്ലോർ ആണ്. ഫുൾ ഇട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഏകദേശം ഒരു 2-3 സ്പൂൺ ഉണ്ട് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കിന്റെ അവിടെ കൊണ്ടിടും. ഇട്. ഓക്കെ, നീ അവിടെ വെക്ക്. നീ ഓയിൽ എടുക്കുക. ഇത് വളരെ സൂക്ഷിച്ച് പിടിച്ചു. ഓക്കെ, മതി. ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് എഗ് പൊട്ടിക്കണം. എഗ് പൊട്ടിക്കണമെങ്കിൽ 1 സ്പൂൺ എടുക്കും. എനിക്കറിയാം. എഗിന്റെ ഷെല്ല് എനിക്ക് വീടാൻ പാടില്ല. ഒന്നുകൂടി പൊട്ടിക്കണതായി കിട്ടുള്ളൂ. ഞാൻ പൊട്ടിച്ചേരാം. ഇങ്ങടാക്ക്. ഉള്ളുവാക്ക്. ഓക്കെ, സെറ്റ്. ഇനി അതവിടെ കൊണ്ടിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. കുഴച്ചോ? ഇല്ലല്ലോ. അങ്ങനെ അവൻ മസാല കൂട്ടി മസാല കൂട്ടുന്ന കുറച്ചൊക്കെ മസാല ആയിട്ട് ഞാൻ കഴിക്കാം.
ആൾക്ക് കുഴക്കാൻ വേണത്രേ, നമുക്ക് കൊടുക്കാം. ഒന്ന് ഞാൻ കുഴച്ച ശേഷം നമുക്ക് കൊടുക്കാന്നേ, പ്രശ്നമില്ല. എനിക്ക് എഗ്ഗ് കുഴക്കണത് ഇഷ്ടേ ഇല്ല കേട്ടോ, സത്യം പറയാം. ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. പക്ഷെ ഓക്കെ, നോക്കാം. നമുക്ക് ഇതിലോട്ടേ കുറച്ചുകൂടി മുളക് ഞാൻ പറയുമ്പോ ഇട്ടാ മതി. തൈര് ഒഴിച്ചിട്ടില്ല കേട്ടോ, ഇനി തൈര് ഒഴിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് തൈര് എടുത്തിട്ട് വരുമോ? നിക്ക് തൈര് എടുത്തിട്ട് വാ. അയ്യോ, തള്ളി അങ്ങ് കണ്ടില്ലേ, ഈ ഒരു ലെവലിലാക്കിയിട്ടുണ്ട്. മുളക് പൊടി കമ്മിയാണ് ഇട്ടത്, അപ്പൊ നമ്മൾ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. എരിവില്ലല്ലോ, അപ്പൊ തള്ളി മറിച്ചിടല്ലേ മനുഷ്യ. തൈരോ? ഓക്കെ. നിക്ക് തൈരും കൂടെ ഇട്ടിട്ട് ഒരു അങ്ങനെ എടുത്തിട്ട് വേണം. ഓക്കെ, ഓക്കെ മതി. അതവിടെ അടച്ചു വെക്കുക. നീ കുറച്ച് ഒറിയാനോ ചേർത്ത്, ഇത് ഞാൻ ചേർക്കാം. ഇത് ഓവറായ പ്രശ്നമാണ്. കൈ കഴുകിട്ടോ ആദ്യം, മാത്രം ഒന്നും വീഴാൻ പാടില്ല. കുഴച്ചോ. തൈരിട്ടിട്ട് അങ്ങനെ അയാൻകുട്ടി ചില്ലിക്ക് മസാല പുരട്ടി എടുത്തു ഗൈസ്. മസാല പുരട്ടി എടുത്തു. അപ്പൊ ഫസ്റ്റ് അയാൻ ലൈഫില് ഫസ്റ്റ് ഏത് ഡിഷ് ഉണ്ടാക്കിയ? ഏത് ഡിഷ്? അല്ല, അതിന് മുമ്പേ ലേസ് വെച്ചൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിരുന്നു. പിന്നെ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളല്ലോ ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നൂഡിൽസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഈ ഓംലേറ്റ് ഒക്കെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അടിച്ചിട്ടുണ്ട്, മമ്മിക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഞാൻ കണ്ടിട്ടില്ലല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. ശരി, മതി. നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ കൈ പോയി കഴിക്കും. മതി എന്നൊരു തോന്നട്ടെ എനിക്ക്. അങ്ങനെ നമ്മുടെ ചിക്കൻ ചില്ലിക്ക് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കട്ടെ. അതുവരെ പോയി പഠിക്കേ. പിന്നെ പോയി പഠിച്ചോ? പോയി പഠിക്ക. മതി പോയി പഠിക്കൂ. ടി വി കാണാൻ സമ്മതിക്കൂല, പഠിക്കും. അങ്ങനെ അവന്റെ പണി കഴിഞ്ഞപ്പോ അവനെ ഓടിച്ചു വിട്ട പോലെ ആയിപ്പോയില്ലേ. അവൻ ആ നൈസിലേ പഠിക്കലിന് സ്കിപ്പാവാൻ നോക്കിയതാ. പിന്നെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മൾ ഒരുപാട് വെക്കരുത് കേട്ടോ. പറഞ്ഞേരം എത്ര ഒഴിക്കണം? കുറച്ചുകൂടി ഒഴിച്ചു. ഒന്ന് ചൂടാവണം. അപ്പൊ നമ്മുടെ ബിരിയാണി ചാലഞ്ച് ആയിരുന്നു കേട്ടോ. വയനാട് ദുരന്തത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ നാട്ടില് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അതിന്റെ ലാഭം അവര് അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരു ചാലഞ്ച് കണ്ടില്ലേ? യൂത്ത് കോൺഗ്രസ് പുതുശ്ശേരി എന്ന് പറഞ്ഞിട്ട് ബിരിയാണി ചാലഞ്ച് പറഞ്ഞിട്ട് നമുക്ക് 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തു, 5 ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. വയനാട്ടിലെ ബാധിതർക്ക് നമുക്ക് ഒരുമിച്ച് 30 വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ചാലഞ്ച് നടത്തിയിരിക്കുന്നത്. നോക്കാം അല്ലേ? ഇത് കണ്ടില്ലേ? വയനാട്ടിലെ ദുരിതബാധിതർക്ക് പറയാനും കിട്ടണില്ല. നമുക്ക് ഒരുമിച്ച് 30 വീടുണ്ടാക്കാം. യൂത്ത് കോൺഗ്രസ് പുതുശ്ശേരി മണ്ഡലം കമ്മിറ്റി ബിരിയാണി ചാലഞ്ച് ആഗസ്റ്റ് 31 ശനിയാഴ്ച.
അങ്ങനെ ഓരോന്നായിട്ട് പതുക്കെ വെച്ച് കൊടുക്കണം. ഓരോന്നായിട്ട് പതുക്കെ. അങ്ങനെ തെറിപ്പിക്കരുത്. ശരി. പതുക്കെ പതുക്കെ ഓരോന്നെടുക്ക്. എനിക്ക് നിന്റെ അടുത്ത് നോക്കാനേ പറഞ്ഞു. തെറിപ്പിക്കല്ലേ കുട്ടി, എണ്ണ തെറിപ്പിക്കല്ലേ. പതുക്കെ പതുക്കെ പതുക്കെ. അപ്പൊ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ആയിട്ട് ബിരിയാണി കൂട്ടി കഴിക്കാം. ബിരിയാണി നമുക്ക് ചിക്കൻ ഫ്രൈയും കൂട്ടി കഴിക്കാം. ആ ഫോണിന്റെ സൗണ്ട് കേൾക്കുന്നു നോക്ക്. അപ്പൊ മതി. അങ്ങനെ അവൻ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് പോയി. ഞാനിതാ നമ്മുടെ ബിരിയാണി ഒന്ന് എടുക്കാൻ പോവാണ് കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ബിരിയാണിയൊക്കെ നല്ല ചൂടിൽ വേണ്ടേ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, നമ്മുടെ കമൻസ് ഭയങ്കര കുറവായിട്ടുണ്ട്. ഞാൻ കമൻറ്റ് വായിക്കാനിട്ടാണോ മക്കളെ ഒന്നും തോന്നരുത് കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ഇതാ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇപ്പോൾ റിപ്ലൈ തരാത്തതെന്ന്. ഭയങ്കര ഒരു സമയത്തിൻ്റെ പ്രശ്നം എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ലേറ്റ് നൈറ്റായിട്ട് ഞാൻ റിപ്ലൈ തരുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണൊക്കെ ഒരു ഗത്തിയാവുന്നുണ്ട്. എന്നാലും ഞാൻ അത് എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരും കേട്ടോ നിങ്ങളുടെ മുന്നിലോട്ട്. ഞാൻ ആദ്യം കാണിച്ചത് അങ്ങനെ ഒന്ന് എടുക്കുക. പതുക്കെ പതുക്കെ വെയ്ക്കണില്ലെങ്കിൽ പോയിക്കോ. ഞാൻ തരുവാണ്. വേണ്ട, ഞാൻ മറിച്ചിട്ടോളാം. നീ ശരിയാണ്. നീ ഞാനുണ്ടാക്കിയ ചിക്കൻ എന്ന് പറയട്ടോ. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ എന്ന് പറയട്ടോ. വെറുതെ പറഞ്ഞതാ. നീ ഉണ്ടാക്കിയ ഉമ്മാക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത ആഴ്ച പോയാലേ ബാക്കിയുള്ളതൊക്കെ അറിയുള്ളൂ. കൈയിന്റെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ല് കൂടി വരാൻ കുറച്ച് സമയം എടുക്കും. പ്രായമായി കഴിഞ്ഞാൽ ഒന്നുകൂടി ടൈം എടുക്കും എന്നുള്ളത് അറിയുന്ന കാര്യമല്ലേ. വേറെ ഹെൽത്ത് പരമായിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ ബിരിയാണിയൊക്കെ കാസറോളിലോട്ട് എടുത്തേക്കുവാണ്. ഇനിയിപ്പോൾ എന്താണ്, എല്ലാവർക്കും കഴിക്കണം, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെ ഒരു വ്ളോഗാണ് കേട്ടോ. ഈ ടൈപ്പ് വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് പറയണേ. നമുക്ക് ഇടയ്ക്കൊരു ചേഞ്ച് വരുത്താൻ ഈ ടൈപ്പ് വ്ളോഗിൽ തന്നെ നമുക്ക് ടിഫിൻ ബോക്സ് റെസിപ്പികളൊക്കെ ഉൾപ്പെടുത്താമല്ലോ. പിന്നെ വെറൈറ്റി എന്തെങ്കിലും, അത്രയും വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇച്ചിരി വെള്ളക്കാന്താരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ സംഭവം. വെള്ളക്കാന്താരി വെറുതെ ഉപ്പ് തേച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം എന്തായാലും കുറച്ച് ഉണ്ടാക്കി വെക്കണം രാത്രി കഴിക്കാൻ വരുമ്പോഴത്തേക്കും. പിന്നെന്താണ്, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ. ഉമ്മ വീണത് ഇവിടെയാണ്, ബാത്റൂമിലാണ് വീണത്. എന്നോട് ഉമ്മ വീണത് എവിടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ബാത്റൂമിലാണ് കേട്ടോ വീണത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ തൈരും ഉണ്ടായിരുന്നു, പിക്കിളും ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയിൽ തന്നെ ഈ ഒരു 1 റുപ്പി പിക്കിളില്ലേ, നമ്മുടെ നാരങ്ങ അച്ചാറ്. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ മേടിച്ചിട്ട് വെറുതെ കഴിക്കില്ലേ, ആ അച്ചാറിനെ പോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. ഞാൻ എന്തായാലും അച്ചാറും എടുത്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ അച്ചാറ്. അങ്ങനെ എന്തായാലും അയാൻകുട്ടിയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൾക്ക് കൈപ്പുണ്യൊക്കെ ഉണ്ട്. പറഞ്ഞ പോലെയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. നമുക്ക് ഇടയ്ക്ക് ഈ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുവരണം അവന്. ഇടയ്ക്കൊക്കെ ഒരു കുക്കിംഗ് അല്ലേ. അങ്ങനെ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി, നമ്മുടെ പാലക്കാടൻ സൈഡിലുള്ള ചിക്കൻ ബിരിയാണി. അതിലോട്ട് ഞാൻ ഇച്ചിരി എന്താ പറയുക, 2-3 പീസ് ചിക്കൻ ഫ്രൈ. എനിക്ക് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ബിരിയാണിയിലേക്ക്. പിന്നെ ഒരു മുളകും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി നമ്മുടെ തൈര്, ഓക്കെ, സാലഡ്, പിന്നെ ഇതാ നാരങ്ങയുടെ അച്ചാറ്. ഇതെല്ലാം കൂട്ടി ഒരു പിടുത്തങ്ങ് പിടിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ FB യൂട്യൂബ് ഒക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ബൈ. അതൊന്നും
നീ കൂടുവോ? നീ കൂടുവോ? ഉറപ്പാ? അടിച്ച് കയ്യൊന്നും